കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവോണത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായ പരിപാടികൾ സമാരംഭം കുറിക്കപ്പെടുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിങ്ങപ്പുലരി സമാഗതമാകുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി വ്യാപകമാക്കുന്നതിന് വേണ്ടി വളരെ ബൃഹത്തായ പരിപാടികളാണ് സംസ്ഥാനത്തൊട്ടുക്ക് നടത്തപ്പെടുന്നത്. ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന പേരിൽ ഈ പരിപാടി ഇവിടെ ജില്ലാതലത്തിൽ നടത്തപ്പെടുകയും അതോടൊപ്പം തന്നെ കർഷകർക്ക് വേണ്ടി കിസാൻ ഗോഷ്ഠി എന്നുള്ള ആ ഒരു ഹിന്ദി വാക്കാണ് വേറൊരു പരിപാടി കർഷക ശാസ്ത്രജ്ഞ സമ്പർക്ക പരിപാടിയാണ്. രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ് ഇവിടെ നടത്തുന്നത്. ഞാൻ ദീർഘമായ ഒരു സംസാരത്തിലേക്ക് ഈ അവസരത്തിൽ കടക്കുന്നില്ല. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് തിരുവോണം. മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട് എന്നുള്ളത് തന്നെയാണ് സങ്കല്പം. എന്നാൽ ഓണത്തിന് നാം ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഓണം വിപണിയെ പൂർണ്ണമായി സമ്പുഷ്ടമാക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളല്ല, മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന, അത് പച്ചക്കറിയാണെങ്കിലും പഴവർഗ്ഗങ്ങളാണെങ്കിലും ഇങ്ങനെ പറയുന്നു, ഓണസദ്യക്ക് ഉപയോഗിക്കുന്ന വാഴയിലാണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിച്ച് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കൃഷി നമ്മുടെ ഉപജീവന മാർഗം എന്നുള്ളതിലുപരിയായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് കേരളം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ളത്. എന്നാൽ കാലാന്തരത്തിൽ കൃഷി ആദായകരമല്ല എന്നുള്ള ഒരു സ്ഥിതി വരികയും പ്രത്യേകിച്ചും പുതിയ തലമുറ കൃഷിയിൽ നിന്നും വഴിമാറുകയും ചെയ്തതായ ഒരു സ്ഥിതിയുണ്ടായി. കാലാവസ്ഥാ വ്യതിയാനവും അതോടൊപ്പം തന്നെ മറ്റു തരത്തിൽ ഉണ്ടായിട്ടുള്ള വിലത്തകർച്ച ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ മേഖലയെ സാരമായി ബാധിക്കുകയും കൃഷി ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു മാർഗമാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരികയൊക്കെ ചെയ്ത സ്ഥിതിയുണ്ടായി. പക്ഷേ അതുകൊണ്ട് മാത്രം കൃഷി ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഇടുക്കി MP അദ്ദേഹം ഉടൻ എത്തിച്ചേരും. അതുപോലെ ഇതിലേക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സാന്ദ്രാമോൾ ജിനയെ ഈ വേദിയിലേക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ കിസാൻ ഗോഷ്ഠി എന്ന പ്രോഗ്രാം എന്നിവയുടെ സാധ്യമായതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യുന്നു. ഇടുക്കി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ NWDPR പ്രിയദർശിനി മാഡത്തിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാൻ എത്തിയിട്ടുള്ള ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി സോന ട്രീസ മറിയെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ദീപ മെമ്പർ, രാജേശ്വരി ചേച്ചി, ബിന്ദു ചേച്ചി, അരിത ചേച്ചി, അതുപോലെ അരുണേട്ടൻ, ഷായി ചേട്ടൻ, ഐസൻജിത്തേട്ടൻ, സന്ധി ചേച്ചി, ഇവരെല്ലാവരും ഏറ്റവും ബഹുമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ നിങ്ങൾക്കായിട്ട് നമുക്ക് ഒരു കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുണ്ട്. അത് നടത്തുന്നതിനിവിടെ എത്തിയിട്ടുള്ള KVK ശാന്തൻപാറയിലെ സംയുക്തന്റെ സന്തോഷത്തോടുകൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമുക്കറിയാം, ഈ പരിപാടി ഏറ്റവും പ്രധാനമായ ആകർഷണം നിങ്ങളുടെ തെല്ലൊരു ക്ഷമയോടുകൂടി, കാരണം സാധാരണ നമ്മൾ എല്ലാ പ്രോഗ്രാമും ഒരു 10 മണി 11 മണിക്കാണ് വെക്കാറുള്ളത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നിങ്ങളുടെ ഏറ്റവും സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്.
പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. അതിലൂടെ എത്തിച്ചേരുന്ന ഉടൻ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്ന നമ്മുടെ ബഹുമാന്യനായ എം.പി. കാർഷിക വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൃഷി വകുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ആത്മ. കാർഷിക വിജ്ഞാന വ്യാപന പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാർഷിക അറിവുകൾ പരീക്ഷിക്കുന്നതിനും കണ്ടു മനസ്സിലാക്കുന്നതിനും എല്ലാം ഉള്ള അവസരമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുന്നത്. നമ്മൾ ഇന്നിവിടെ കർഷക ശാസ്ത്രജ്ഞ സംഗമം ആണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ കൃഷി ഒരു ശാസ്ത്രം ആണെന്ന്